പല്ലാരിമംഗലം പഞ്ചായത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം തുടരുന്നു. ഒരു സീറ്റിന്റെ കാര്യത്തിലാണ് തർക്കമുള്ളത്. ചർച്ചകൾ നടന്നുവരുന്നുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. ധാരണയാകാത്തതിനാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. UDFിൽ മുസ്ലിം ലീഗിന് മേൽക്കൈയുള്ള പഞ്ചായത്താണ് പല്ലാരിമംഗലം. ഇവിടെ ലീഗ് 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തുമാണ്. സീറ്റ് വിഭജന ചർച്ചകളിലും ലീഗിനാണ് ആധിപത്യം. ആകെയുള്ള 14 വാർഡിൽ 13 വാർഡുകളുടെ കാര്യത്തിലും ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഒരു വാർഡിന്റെ കാര്യത്തിലുള്ള തർക്കമാണ് കല്ലുകടിയായിരിക്കുന്നത്. 9 വാർഡിൽ മത്സരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കോൺഗ്രസിന് 5 വാർഡും വിട്ടുനൽകി. ലഭിച്ച 5 വാർഡുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് തർക്കങ്ങളില്ല. ഒരു വാർഡ് കൂടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. 2-ാം വാർഡിനായാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ ലീഗ് ഇത് അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല 2-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നേതാക്കൾ തമ്മിൽ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. GTV ന്യൂസ്, പല്ലാരിമംഗലം.